ട്രിവാൻഡ്രത്ത് നിന്നും മൂന്നാർ പറക്കാട്ട് റിസോർട്ടിൽ പോയി അവിടെയുള്ള 1,00,000 രൂപ വരെ വരുന്ന കേവ് ഹൗസ് ഒക്കെ കണ്ട് മൂന്നാറിലെ മറ്റ് പല സ്ഥലങ്ങളും കണ്ടിട്ട് വരുന്ന ഒരു ട്രാവൽ വ്ളോഗിലോട്ട് സ്വാഗതം കഴിച്ചു. അപ്പോൾ അങ്ങനെ യാത്ര തുടങ്ങിയാലോ? ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ഹണിമൂൺ വീഡിയോ ആണ് കേട്ടോ. ആൾമോസ്റ്റ് വ്ളോഗേഴ്സ് എല്ലാവരും തന്നെ പോയിട്ടുള്ള ഒരു പ്ലേസ് ആണ് പറക്കാട്ട് റിസോർട്ട്. അപ്പോൾ അവർ പോയിട്ടുള്ള നല്ല നല്ല റിവ്യൂസ് കണ്ടിട്ടാണ് നമ്മളും ആ ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് ഹണിമൂൺ വീഡിയോ നമ്മൾ പറക്കാട്ട് റിസോർട്ടിലോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര ഇപ്പോൾ കൊട്ടാരക്കര എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് മൂന്നാർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു വൈകിട്ട് ഒരു 3:30-4 മണിക്കൊക്കെ അവിടെ എത്തുമെന്നാണ്. ഇപ്പോൾ സമയം 8:45 അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ ഹൈവേയുടെ സൈഡിലായിട്ടുള്ള ആര്യഭവൻ എന്ന് പറഞ്ഞ ഹോട്ടലിലോട്ട് നമ്മൾ കയറി. അപ്പോൾ ഒരു പൊടി ദോശയും ഒരു നെയ് റോസ്റ്റും കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ അടുത്ത് മിന്നു വണ്ടി ഓടിക്കാനായിട്ട് തുടങ്ങി. മിന്നുവിന് ലൈസൻസ് കിട്ടിയിട്ട് നമ്മൾ ലോങ് പോകുന്ന ആദ്യത്തെ ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ ബാക്കി ഇനി കുറേ ദൂരം മിന്നു ആണ് ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന ഈ ഒരു റോഡൊക്കെ ചെറിയൊരു റോഡാണ്. നമ്മളിനി ഇവിടെ നിന്ന് കുമിളി വഴിയാണ് നമ്മളിനി മൂന്നാറിലോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിയത് കുമിളി തേനി റോഡാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ റോഡെല്ലാം തന്നെ ചെറിയ നാരോ റോഡാണ്. നമ്മൾ സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിച്ചില്ലെങ്കിൽ നമുക്ക് അപകടമൊക്കെ പറ്റാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം നമ്മൾ ഈ വഴിക്ക് പോകുന്നവർ എന്തായാലും സൂക്ഷിച്ച് തന്നെ പോവുക. അപ്പം നമ്മൾ മൂന്നാറിലോട്ട് പോകുന്നത് പൂപ്പാറ വഴി നമ്മൾ ഗ്യാപ്പ് റോഡ് കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഗ്യാപ്പ് റോഡ് വഴി നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റോഡും കൊള്ളാവുന്നതാണ്. കൂടാതെ തേയിലത്തോട്ടമൊക്കെ കണ്ട് നല്ല ആ ഒരു മൂന്നാറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു റൂട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെയാണ് നമ്മൾ ഗ്യാപ്പ് റോഡ് സെലക്ട് ചെയ്ത് ഈ വഴിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങനെ നമ്മൾ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ പറക്കാട്ട് റിസോർട്ടിൻ്റെ എൻട്രൻസ് എത്തിയായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഇറക്കം ഇറങ്ങിയാണ് നമുക്ക് താഴോട്ട് പോകേണ്ടത്. അങ്ങനെ നമ്മൾ പറക്കാട്ട് റിസോർട്ടിൻ്റെ മെയിൻ എൻട്രൻസിൽ എത്തിയായിരുന്നു. അപ്പോൾ ബാക്കി അവിടെയുള്ള ചെക്കിംഗ് പ്രൊസീജിയറൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം അപ്പോൾ അവിടുത്തെ ആക്ടിവിറ്റീസും അതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ബ്രൗഷറൊക്കെ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബ്രൗഷർ വരുന്നത്. ഇതിൽ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ പറക്കാട്ടിൽ വരുന്ന ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഒക്കെയാണ് ഉള്ളത്, ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു ബ്രൗഷറിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രൗഷർ നോക്കിയാൽ നിങ്ങൾക്ക് അവിടുത്തെ ആക്ടിവിറ്റീസും അവിടെയുള്ള ബാക്കി ഫെസിലിറ്റീസ് എല്ലാം തന്നെ അറിയാൻ സാധിക്കും. പിന്നെ റിസപ്ഷൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ നമുക്കൊരു ബാൽക്കണി, ഒരു ഏരിയ പോലത്തെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ ഞാനും ഇന്നും നേരെ പോയത് ആ ഒരു ഭാഗത്താണ്. ഫുള്ള് തേയിലത്തോട്ടങ്ങൾക്ക് ഇടയിലാണ് നമുക്ക് ഈ ഒരു റിസോർട്ട് വരുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നല്ല ലോങ് ആയിട്ടുള്ള വ്യൂ എല്ലാം കിട്ടും. കൂടാതെ ഈ പറക്കാട് റിസോർട്ടിൽ തന്നെ നമുക്ക് ഈ ഭാഗത്തെല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് ഒരു ആർട്ടിഫിഷ്യലായിട്ട് തന്നെ നമുക്കിവിടെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഒരു റിസപ്ഷൻ്റെ സൈഡിൽ തന്നെ നമുക്കിവിടെ പറക്കാട്ടിൻ്റെ ജ്വല്ലറിയും ഇവിടെ നമുക്ക് ചെറിയ കളക്ഷനും നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചെക്കിംഗ് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നമ്മുടെ റൂമിലോട്ട് നമ്മളിവിടെ ഒരു സ്റ്റാഫ് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ എടുത്ത റൂം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ വീഡിയോ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റൂമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് അതിന് പുറത്ത് നമുക്ക് നോക്കിയപ്പം അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയൊരു പാർക്ക് പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഫുള്ള് നമ്മൾ നോക്കിയപ്പോൾ കുരങ്ങന്മാരൊക്കെ ആയിരുന്നു നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. നല്ല ഭംഗിയായിട്ട് അവരൊക്കെ അവിടെ കളിക്കുന്നത് കാണാൻ സാധിച്ചു. പിന്നെ പൂളിൽ നല്ല തണുപ്പുള്ളതുകൊണ്ട് ആരും അധികം അങ്ങനെ ഇറങ്ങുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ നമ്മൾ രാവിലെ വീണ്ടും നമ്മൾ ഉറക്കം എണീച്ചതിന് ശേഷം എന്താ ഈ കാണുന്ന കാഴ്ച കണ്ടോ? അപ്പോൾ ഫുള്ള് ഫോഗ് കയറി മങ്ങിയാണ് നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ നിൽക്കുന്നത്. കണ്ടോ, ഫുള്ള് ഫോഗ് കയറി നല്ല ഭംഗിയായിട്ട് കൊണ്ട് നല്ല തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയ ലൈറ്റ് ആയിട്ടുള്ള മഴയും നമുക്ക് ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി നേരെ പോകേണ്ടത് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. അപ്പോൾ നമ്മളെടുത്ത പാക്കേജിൽ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഇനി നേരെ പോകുന്നത്.
അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടെ നമ്മൾ ക്യാൻറ്റീനിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് വലിയൊരു ബൊഫെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓൾ ഐറ്റംസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ലൈവായിട്ട് വേണമെങ്കിലും നമുക്ക് ദോശയോ അല്ലെങ്കിൽ നെയ്റോസ്റ്റ് എന്ത് വേണോ അവിടെ ഉണ്ടാക്കി അതിൽ അവർ തരുന്നതായിരിക്കും. ബാക്കി നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാനായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫുഡാണ് നമുക്ക് അവിടെ നിന്ന് കഴിക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് അന്നത്തെ ദിവസം ഫുള്ള് മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് രാവിലെ വേറെ എൻജോയ് ചെയ്യാനൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ നൈറ്റ് ആയപ്പോഴത്തേക്ക് അവിടെ DJ ഉണ്ടായിരുന്നു. നമുക്ക് DJ ഫംഗ്ഷനായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ DJ പാർട്ടിക്ക് അവിടെ പോയായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റിനും ഇതുപോലെ എല്ലാ ദിവസവും അവർ രാത്രി DJ ഫംഗ്ഷനൊക്കെ ഇതുപോലെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡാൻസ് കളിക്കാനും ഇവിടെ നല്ല എൻജോയ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അവസരമുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ക്യാൻറ്റീനിൽ ആദ്യം എത്തിയായിരുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലം വരുന്നത്. ഇവിടെ നിന്ന് നമുക്കുള്ള വ്യൂ അടിപൊളിയാണ്. നമുക്കിവിടെ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് നമുക്ക് കണ്ടോ പുറത്തുനിന്ന് നമുക്ക് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പായിട്ട് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഫുള്ളും തന്നെ തേയിലത്തോട്ടമൊക്കെ വന്ന് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ആസ്വദിച്ച് ഇവിടെ എൻജോയ് ചെയ്ത് കഴിക്കാനൊക്കെ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനൊക്കെ പ്ലാൻ ചെയ്തിരുന്ന സമയത്താണ് നമുക്കിതേപോലെ താഴെ കേവ് ഹൗസ്, ഇതിൻ്റെ തന്നെ പറക്കാട് റിസോർട്ടിൻ്റെ തന്നെ കേവ് ഹൗസ് കാണാനായിട്ട് നമുക്ക് പോകാൻ പറ്റും എന്നറിഞ്ഞത്. അപ്പോൾ അത് ഇവിടുത്തെ തന്നെ ജീപ്പിൽ അവർ അറേഞ്ച് ചെയ്ത് നമ്മളെ താഴെയാണ് ഈ ഒരു പറക്കാട് റിസോർട്ട്, ഇത് ടോപ്പിലാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഓഫ് റോഡ് പോലെ ഒരു റോഡൊക്കെ ഇറങ്ങി നമ്മൾ താഴെ പോകണം. താഴെ പോയിട്ടാണ് നമുക്ക് ഇവിടുത്തെ കേവ് ഹൗസുകളുള്ളത്. അപ്പോൾ ഈ കേവ് ഹൗസിൻ്റെ പ്രത്യേകത നമുക്ക് താഴെ പോയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഓരോന്നും എങ്ങനെയാണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വേറൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഫീൽ ആവുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫുകളോട് ചോദിച്ചപ്പോഴത്തേക്ക് സീസൺ ടൈമിൽ 1 ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ഈ ഒരു കേവ് ഹൗസിന് വരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ജീപ്പിൽ കയറി നേരെ പോകുന്നത് കേവ് ഹൗസിലോട്ടാണ്. നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴി നമുക്ക് സാധാരണ നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്, കാരണം അങ്ങനത്തെ റോഡാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കെല്ലാം തന്നെ ഇവർ ജീപ്പിലാണ് കേവ് ഹൗസിലോട്ട് പോകുന്നതും അവിടെ തിരിച്ച് കൊണ്ടുവരുന്നതും ജീപ്പിൽ തന്നെയാണ്. അത് എപ്പോഴും നമുക്കിവിടെ അതിൻ്റെ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ജീപ്പിൽ നമ്മൾ കുറേ ആൾക്കാരുമായിട്ട് നമ്മൾ താഴെ ഇട്ട് പോവുകയാണ്. ഇനി നമുക്ക് അവിടുത്തെ കേവ് ഹൗസിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ താഴെ പോയി കാണാൻ പോകുന്നത്. ഇതാണ് കേവ് ഹൗസിൻ്റെ ഏരിയ. അപ്പം നമ്മളിപ്പം പോകുന്നത് കേവ് ഹൗസിൻ്റെ ഏരിയയാണ്. ഇതൊക്കെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം പൊളിയാട്ടോ. മുകളിൽ അതല്ലേ നമ്മൾ കണ്ട് റിസോർട്ട് ഇതോ ഇരിക്കുന്നു, അതാണ് റിസോർട്ട് വരുന്നത്. ഓക്കെ, നമുക്കിവിടെ ഒരു കേവ് ഹൗസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അല്ലേ, കയറി കാണാനാണ്. അപ്പോൾ നമുക്കത് റൈറ്റ് സൈഡിൽ കൂടെ കയറിയിട്ട് അപ്പോൾ ഇവിടെ വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് കിട്ടും. പൊളി. അപ്പോൾ കേവ് ഹൗസിലൊക്കെ റൂം എടുക്കുന്നവർക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും അല്ലേ. അതുകൊണ്ട് അവിടെ നിന്ന് നടക്കുക കേട്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ അത് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതൊക്കെ മറ്റേ ഇതിൽ നടന്നു പോകുന്നു എല്ലാം അവർ സെറ്റ് ചെയ്തതാണ് അല്ലേ, നാച്ചുറലായിട്ടുള്ളതാണ്. അല്ലല്ല, നാച്ചുറൽ അല്ലല്ലോ, ഇത് അവർ മെയിൻമെയ്ഡായിട്ട് ചെയ്തിട്ടുള്ളതല്ലേ. നമ്മൾ ഇങ്ങോട്ട് പോയിട്ട് വരാം. വാ. ഇല്ല, അതാണ്ട് കട്ട ഉണ്ടോ, അതുകൊണ്ട് അവിടെ ചവിട്ടിയേ അപ്പുറത്ത് ചവിട്ടി പോകാൻ പറ്റുമോ? വരുമോ? പറ്റുമോ? അതിൽ വെള്ളത്തിൽ ഇറങ്ങണ്ട, ചാടി വന്നാൽ മതി. ആയോ? നല്ല ഫോഴ്സ് ഉണ്ടല്ലേ. എന്താ പറഞ്ഞേ, ഇവിടെ നിന്ന് വെള്ളം താഴെയൊക്കെ 6 റൂട്ട് വഴി അങ്ങ് പോകും. പിന്നെ മുകളിൽ കണ്ട് റോപ്പ് ചെയ്യല്ലേ. അപ്പോൾ ഇനിയാണ് നമ്മൾ കേവ് ഹൗസിലോട്ട് പോകുന്ന എൻട്രൻസ്. ഉണ്ടോ, കിടില ഒരു പ്ലേസാണ്.
ഇതെല്ലാം ഇതെല്ലാം നൈറ്റ് ആകുമ്പോൾ കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരുന്നു. കാരണം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോ നല്ല ഭംഗിയായിരിക്കും. ഇന്നലെ ഈ സമയത്ത് നല്ല മഴയായിരുന്നു അല്ലേ? ഈ കയറിപ്പോകുന്ന വേറെ ഏതോ സ്ഥലത്ത് കറക്റ്റ് ഒരു ഫോറസ്റ്റിന്റെ ആംബിയൻസ് തന്നെ അല്ലേ മൊത്തം? കറക്റ്റ് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ ഫുള്ള് ഇത് തന്നെ. വേറെയും വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നോക്ക് നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് അതാണ് കേവ് ഹൗസ്. ഏതാ നമ്പരൊക്കെ പറഞ്ഞു? 903. ഇന്ന് നോക്കി വെച്ചിരുന്നു. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ ആയേ? അവിടെയൊക്കെ നോക്ക് നല്ല ഭംഗിയുണ്ടല്ലേ? ഫുള്ള് ഫോറസ്റ്റ് ആംബിയൻസ് പോലെ സെറ്റ് ചെയ്തിട്ട് ഉള്ളതാണ്. ഇതാണ് 902 903. 902 ഉണ്ടോ? ഇതാണ് ഇവിടുത്തെ ട്രീ ഹൗസിലോട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം. ഇതിലേതാ ഓപ്പൺ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞേ? തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പൊളിയല്ലേ ഇത്? റേറ്റും കൂടുതലല്ലേ? റേറ്റ് എത്ര പറഞ്ഞേ? 45. ചിലപ്പോ സീസൺ ടൈം ആണെന്നുണ്ടെങ്കിൽ 1 lakh വരെ പോകും. കാരണം അതിന് മാത്രമുള്ളത് ഇന്ത്യയിലായാലും അവരുടെ റൂം ഫെസിലിറ്റി എല്ലാം അഡീഷണൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് പറഞ്ഞത് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞത്? 903 ആണ്. ഇല്ലേ 3. പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റ് ആംബിയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും. ഇവിടെ എപ്പോഴും അവര് തുറന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ അകത്ത് കാഴ്ച കയറി നോക്കാം. കേവ് ഹൗസിന്റെ ടൂറാണ്. ഹോം ടൂർ. വാവ്, സൂപ്പർ. നമ്മുടെ ഈ പാറക്കകത്ത് അല്ലേ? പാറക്കകത്ത് വീട് വെച്ച പോലെ ഉണ്ട്. പിന്നെ പാറയൊക്കെ ഒന്ന് വീണ പോലെ ഫാന്, AC. ഇവിടുത്തെ ബെഡ് ഈ ഒരു ടൈപ്പ് റൗണ്ട് ടൈപ്പിലുള്ള ബെഡാണ്. അവിടെ ഫോണും ബാക്കിയെല്ലാം നമുക്ക്. TV ഉണ്ട്. ഈ സൈഡ് വേറെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ ഇവിടെ നിന്നൊരു കിളിവാതിൽ പോലെ പുറത്തോട്ടൊക്കെ കാണാം. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. ടോയ്ലറ്റ് ആണോ അത്? ഇത് ഇവിടുത്തെ ടോയ്ലറ്റാ. വിശാലമായിട്ട് കിടന്ന് ഇരുന്ന് ഒക്കെ കുളിക്കാം. അതാണ്ട് 10 ടപ്പൊക്കെ ഉണ്ട്. ഒരു ലക്ഷറി ലൈഫിൽ ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ള മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് ഒരു ദിവസം ഇവിടെ സൂപ്പറായിട്ട് താമസിക്കാം. ഇറ്റ്സ് വർത്ത്. സാധാരണ എവിടെയെങ്കിലും നമ്മളിപ്പം പോയാലും നമുക്ക് ചെറിയ റൂം ആയിരിക്കും അല്ലേ? ഹണിമൂണിന് അല്ലെങ്കിൽ ഹണിമൂൺ ആയാലും അല്ലാതെ നമ്മൾ ഹോട്ടലൊക്കെ എടുത്താലും ചെറിയ റൂമാണ്. പക്ഷേ ഇത് വരുമ്പോൾ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? നമ്മൾ കേരളത്തിൽ വേറെ അടുത്ത് ഇങ്ങനെ കാണും അല്ലെന്നോ? അല്ലെങ്കിൽ കേവ് ഹൗസ് പറയും ഇങ്ങനത്തെ. അത് പറക്കാട്ടിൽ വന്നാലേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇതുപോലത്തെ ഒരു കേവ് ഹൗസ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അല്ലേ റൂമൊക്കെ ഇവിടെ എടുത്താൽ ഈ ഒരു ആംബിയൻസ് ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. എത്ര ആവശ്യമൊന്നുമില്ല. നല്ല തണുപ്പുണ്ട്, നല്ല കൂളിംഗും ഉണ്ട്. ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് TV ഉണ്ട്. ഇതൊരു പ്രത്യേക കൺസെപ്റ്റ് തന്നെ എല്ലാവരും ചെയ്തേക്കുന്നത്. ഇവിടെ ഇരുന്ന ഒരു ഇതല്ലേ തുറന്നു തന്നിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് പുറത്തോട്ട്. ഇതിന്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലങ്ങൾ ചെയ്തിട്ടുണ്ട്. പൊളി കേട്ടോ. ഇവിടുത്തെ ആംബിയൻസ് ഒന്നും രക്ഷയില്ല. സൗണ്ട് നോക്ക്. നമ്മൾ ഫോറസ്റ്റിലുള്ള വെള്ളച്ചാട്ടത്തിന്റെയും അതേപോലെ നോക്ക്. പിന്നെ അവിടെയൊക്കെ നിൽക്കാവാ. ഇതുവഴി അവിടെ പോകാം കേട്ടോ. അതുകൊണ്ട് ഈ വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക് പോകാൻ പറ്റും. വാ, പോയി നോക്കാം.
ഉണ്ട് അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് വേറെ റൂമിന്റെ വേറെയാണോ? വെള്ളച്ചാട്ടം കണ്ടോ? പിന്നെ ഇതാ പോകുന്നത്. ഇതാ അങ്ങോട്ട് അടുത്ത കേവ് ഹൗസ് ആണല്ലേ അത്? സൗണ്ട് ചീവീടിന്റെ. അത് മുളയിലൊക്കെ കയറി പോകുന്നത്. അത് മറ്റേ ഇതാണ് എൻട്രൻസ് ആണ്. അവിടെ അത് മുകളിലാണ് അല്ലേ ഇരിക്കുന്നത്? നല്ല പ്രൈവസി ആണ് കേട്ടോ ഇവിടെ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം സാധാരണ ഇതുവഴി തിരിച്ചു പോകേണ്ട വഴിയാണോ? അതുവഴി കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോ നമുക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങിച്ചാലും അതിന് മാത്രമുള്ള യൂസേജ് ഒക്കെ ഉണ്ട്. കൊള്ളാം, മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ്. ചുമ്മാതെ എല്ലാ വ്ളോഗർമാരൊക്കെ വന്ന് വ്ളോഗ് ചെയ്തിട്ട് പോണം. എല്ലാ വ്ളോഗർമാരും ഇവിടെ വരുന്നോണ്ട് നമ്മളും എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നത്. ഇത് 3 ഇതുണ്ട് അല്ലേ? പൊളി പൊളി. ഓക്കെ, നമ്മളപ്പം കേവ് ഹൗസ് ഒക്കെ കണ്ട് തിരിച്ച് റിട്ടേൺ താഴോട്ട് നടക്കുകയാണ്. നമുക്ക് അതുവഴി കയറിയിട്ട് ഇപ്പുറത്തോടെ ഇങ്ങനെ തിരിച്ചു വരാം അല്ലേ? ഇതവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. ഈ കുളം ഞാൻ നേരത്തെ റെസ്റ്റോറൻറ്റിൽ നിന്നപ്പോൾ കണ്ടോ? ഈ കുളം അവിടെ നിന്ന്. ഇവിടെ ഫുള്ള് ഏലം അങ്ങനെ കുറേ കൃഷിയൊക്കെ ഉണ്ട്. നമ്മളിതാ താഴെ എത്തിയിടാ. ഇത് മറ്റേ അവിടെ നിന്നല്ലേ നമ്മൾ കയറിപ്പോയേ? ഒരു ഭാഗത്തൂടെ കയറി ഇപ്പുറത്തൂടെ തിരിച്ചു വരാം. ഇതാണ് റോപ്പ് സൈക്ലിംഗ് അല്ലേ? ഈ ഒരു സൈക്കിളിൽ കയറിയിട്ട് നമുക്ക് ഇതിൻ്റെ മണ്ടേ റോപ്പിൽ കൂടെ അങ്ങ് പോവാം. അവിടെ പോയിട്ട് അതേപോലെ റിവേഴ്സ് ചെയ്ത് തിരിച്ച് നടന്നു പറഞ്ഞല്ലേ? റോപ്പ് സൈക്ലിംഗ് ചാർജ് ഉണ്ടോ? റോപ്പ് സൈക്ലിംഗ് ചവിട്ടാൻ പോകുന്നു. ഇത് നമുക്ക് ഫ്രീ ആണല്ലേ ഇവിടെ? കുഞ്ഞു പിള്ളേരെ ഇത് അനുകരിക്കരുത്. ഇതെന്തോ ക്ലിപ്പൊക്കെ ഇടും കേട്ടോ. നിന്നെ ക്ലിപ്പൊക്കെ ഇട്ടിട്ട് ചെയ്യണേ. കേറി അവള് തന്നെ. ഞാൻ ഇന്ന് ചാവും അവിടെ പോകുമ്പോ. പേടിയുണ്ടോ? എങ്ങനെ ഇരിക്കും അതിലിരുന്നത്? ചപ്പൽ വീഴണോ? കണ്ടില്ലെങ്കിൽ എന്നെ തിരിച്ച് വിളിക്കണേ. കേട്ടില്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ എല്ലാവരും പറയും മുമ്പ്. അല്ലെങ്കിൽ പറയണ എന്താ ചൈനീസ് കൊറിയൻ എന്നൊക്കെ പറയും. നമ്മൾ ട്രിവാൻഡ്രം, ആലപ്പുഴ. പോയിട്ട് വരാം. ഇന്നലെ ഫുള്ള് മഴയായിരുന്നു അല്ലേ? ചേട്ടൻ്റെ പേരെന്താ? അമ്മച്ചി, എനിക്ക് സൈക്കിളൊന്നും ചവിട്ട് അറിഞ്ഞൂടാ. ഇല്ല. ഓക്കെ, കൊള്ളാമോ മെന്നു? ചവിട്ടിയാ മതി. പോ, ചവിട്ടിയാ മതിടാ. അങ്ങനെ കാല് പിടിച്ച് ചവിട്ടിക്കോ. റിവേഴ്സ് അടിച്ച് കുറച്ച് നല്ല റിവേഴ്സ് അടിച്ച് ചവിട്ട്. അപ്പൊ 2 കാലും ചവിട്ടാൻ പറ്റും. കാല് കുറച്ചുകൂടി താഴെ. പോട്ടെ, അങ്ങനെ പോട്ടെ. പോകുന്നുണ്ട്. വരട്ടെ. ഇവിടെ വലിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയുണ്ട്? ഇങ്ങോട്ടാ. എങ്ങനെയുണ്ട്? പാടാ.
നീ പൊക്കോ. ആ എത്തി. ഭയങ്കര പാടിത്. ചവിട്ടാൻ പാടാ. നീ നോക്കി നോക്ക്. ഞാൻ വീഡിയോ എടുക്കാം, നീ പോയിട്ടോ. അവളെ മഴ പോയിട്ട് വന്ന് തലറങ്ങണം. നീ പോയിട്ട് നീ ചവിട്ടില്ല എന്തായാലും നോക്കട്ടെ. കഴിഞ്ഞോ? പോവില്ലേ എന്താ നോക്കിയത്? ഇന്ന് കൊള്ളാം. ഭയങ്കര പാടില്ലേ ഇത്? തറയെ നോക്കിയാലേ കുഴപ്പമില്ല, ഇതിന്റെ റോപ്പിൽ നോക്കിയാ കുഴപ്പമില്ല. എന്താ വരുന്നില്ല? ഇത് തന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ വെയിറ്റ് കൂടുതലടാ. ജീപ്പിൽ ഇത് അവര് മോളിൽ താഴെ കൊണ്ടുവരും, ഇവിടുന്ന് മോളിൽ കൊണ്ടുപോകും. ഇപ്പം സമയമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള സമയം വരെ നിൽക്കാം. അതായത് നമ്മൾ കൊണ്ടാക്കിയിട്ട് 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടല്ല, അവരിവിടെ കാണും. ഒരാള് വണ്ടിയിൽ കൊണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് വേറൊരാള് വിളിച്ചു പറഞ്ഞാൽ തിരിച്ച് വേറൊരു വണ്ടിയിൽ പറഞ്ഞു കൊടുക്കും അല്ലേ ഇവിടുത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. നമ്മുടെ സ്വന്തം വണ്ടിയിൽ വരാൻ പറ്റത്തില്ലല്ലേ അവരെ തന്നെ? ട്രക്കിംഗ് വരുന്നോണ്ട് നമുക്ക് അവരുടെ നല്ല കുത്ത് ഇറക്കമൊക്കെയാണ് അല്ലേ? തിരിച്ചപ്പോ ഇറക്കമുണ്ട്, കുത്ത് കയറ്റമുണ്ട്. അപ്പൊ അവര് പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയിൽ മാത്രം നമുക്ക് പോകാം. മിന്നുനെ കണ്ടിട്ട് ഇവിടുത്തെ ഒരാൾ പറയുന്നത് നോർത്ത് ഇന്ത്യൻ. നോർത്ത് ഇന്ത്യൻ എവിടെ വരും? നോർത്ത് ഇന്ത്യ നമ്മുടെ ഹിന്ദി സംസാരിക്കുന്നത് അതെവിടെ? ഡൽഹി അങ്ങോട്ടൊക്കെ അല്ലേ വരുന്നത് നോർത്ത് ഇന്ത്യ? അവള് ഇതാണ് നോർത്ത് ഇന്ത്യൻ ടച്ച്. അത് ഈ ഡ്രസ്സിങ്ങും നിന്റെ മുഖവും എന്താ കണ്ടിട്ട് കുറേ കെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കേവ് ഹൗസ് കണ്ട് നമ്മൾ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ലല്ലേ? നമ്മൾ വിചാരിച്ച് പോകേണ്ടി വരും. ഇന്നലെ ഫുള്ള് മഴയായതുകൊണ്ട് നമുക്കിവിടെ ഒന്നും വരാൻ പറ്റില്ല. അങ്ങനെ നമ്മളിന്ന് ക്ലൈമറ്റൊക്കെ കൊള്ളാമെന്നുള്ളതുകൊണ്ട് നമ്മൾ കണ്ട്. ഇനി അപ്പം നമ്മളിവിടെ നിന്ന് അടുത്ത ജീപ്പ് വരും അല്ലേ? ചെക്കൗട്ട് ചെയ്ത് നമ്മളവിടെ ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവർ ചോദിച്ചപ്പോഴത്തേക്ക് അവർ നമുക്ക് താഴെ കേവ് ഹൗസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ജീപ്പ് വന്ന ഉടനെ അടുത്ത് ഇവിടെ നിന്ന് മോളിൽ പോയി ബാഗ് എടുത്ത് നമ്മൾ നേരെ മൂന്നാർ കുറച്ച് സ്ഥലം കൂടെ നിങ്ങൾ കാണിച്ചു തരാം അല്ലേ? 2-3 സ്ഥലത്തും കൂടെ പോയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിക്കും. ഓക്കെ, ജീപ്പ് ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ജീപ്പിലാണ് കയറി. അപ്പോൾ ഇതാണ് നമ്മൾ റിസപ്ഷൻ്റെ അവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് കാണുക. ഈ ഒരു ആംബിയൻസ് ആണ്. നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ട് ഈ ഒരു ആംബിയൻസിൽ നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ള് കാണാം. ഇപ്പോൾ മൂന്നാർ നമ്മൾ വരുമ്പോഴത്തേക്ക് മെയിനായിട്ട് തേയിലത്തോട്ടമാണല്ലോ. അപ്പം നമ്മൾ താഴോട്ടൊക്കെ വേണം. തേയിലത്തോട്ടം ഇഷ്ടം പോലെയുണ്ട് കേട്ടോ. അപ്പം കപ്പിൾസായിട്ടോ ഫാമിലി ആയിട്ടൊക്കെ വരുന്നെങ്കിൽ പറക്കാട്ടിൽ വന്നാൽ നമുക്ക് ഈ ഒരു വ്യൂവും നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ പല കാര്യങ്ങളും നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം കേട്ടോ. പറക്കാട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും വരണം. റോസ് ഗാർഡൻ നമ്മൾ പോകുന്നത്
ഇവിടെ ഇഷ്ടംപോലെ വെറൈറ്റി റോസ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ നമുക്ക് പ്രത്യേകിച്ച് കപ്പിൾസൊക്കെ ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് കിട്ടും അല്ലേ, അവിടെ ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു മിനിറ്റും കൂടെ ഉണ്ട് നമുക്ക് എത്താനായിട്ട്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ വലത് ഭാഗത്തായിട്ടാണ് നമുക്ക് റോസ് ഗാർഡൻ വരുന്നത് അല്ലേ. ഇവിടെ ചെറിയ ഷോപ്പിങ്ങിനൊക്കെ കുറേ ഷോപ്പുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഇവിടെ നിന്ന് വണ്ടി ഒതുക്കിയിട്ട് നമുക്ക് പോയി അതൊന്ന് കണ്ടിട്ട് വരാം. എത്ര രൂപ? 120 2 പേർക്ക്. നമ്മളിവിടെ നന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ മിന്നത് അവിടെ പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ പൊളിയായിട്ട് ഫോട്ടോ എടുത്ത് തരും. നമ്മളിതിൻ്റെ ഫോട്ടോസ് കിട്ടിയത് നമ്മളിതിൻ്റെ അകത്ത് ടാഗ് ചെയ്തേക്കാം കേട്ടോ. നമ്മൾ റോസ് ഗാർഡനിൽ വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന പല ചേട്ടന്മാർ ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ അവർ നല്ല കിടിലം ഫോട്ടോസ് എടുത്ത് തരും. നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം കാണിക്കാം. അപ്പോൾ നിങ്ങൾ റോസ് ഗാർഡനിൽ വരണയാണെങ്കിൽ ഇത് ഒന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിപ്പം റോസ് ഗാർഡനിൽ പോയിട്ട് നമ്മൾ നേരെ അടുത്തവിടെ പോകണമെങ്കിൽ ടോപ്പ് സ്റ്റേഷൻ. അതിൻ്റെ പോണ വഴിക്ക് കുറേ നമുക്ക് മാട്ടുപ്പെട്ടി ഡാമുണ്ട്, എക്കോ പോയിന്റ് ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ പിന്നെ പോകാം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഏറ്റവും അങ്ങനത്തെ ടോപ്പ് സ്റ്റേഷനും കൂടെ പോയിട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ പോകും. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ധാരാളം ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി സ്ഥലങ്ങളുണ്ടല്ലേ, കാണിച്ചു തരാം. ഡ്രീം കേച്ചറിൻ്റെ വെറൈറ്റി കുറേ ഉണ്ട് കണ്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. ഒരു 20 രൂപയാണ് കൊടുത്തേക്കുന്നത്. അപ്പം പെർ ഹെഡ് ആണ്. അപ്പോൾ നമ്മൾ 2 ടിക്കറ്റ് എടുത്തു. നമുക്കിപ്പോൾ കയറി നോക്കാം. അപ്പം നമുക്ക് ആദ്യം വാച്ച് ടവർ നോക്കാം. മുകളിൽ ഇത് കയറിപ്പോണം. താഴെ നല്ല വ്യൂ ആണ് കേട്ടോ. ചാനൽ ആരെങ്കിലും കാണില്ല. നമ്മൾ ടോപ്പ് സ്റ്റേഷൻ്റെ മുകളിൽ അപ്പോൾ ഇതാണ് ടോപ്പ് സ്റ്റേഷൻ്റെ വ്യൂ വരുന്നത്. ഇനി അപ്പം നമ്മൾ നേരെ വീട്ടിലോട്ടാണ് അല്ലേ. നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ ഇങ്ങോട്ട് ഒരു ഇറക്കം പോലെ ഇറങ്ങി വന്നത് ഇതാ കയറ്റമാണ്. അപ്പോൾ ഇതൊക്കെ കയറി നമ്മൾ നേരെ കാറി കയറി ഞങ്ങൾ വീട്ടിൽ പോകുന്നു. ഓക്കെ ബൈ. ഈ പറ നമ്മൾ ചോക്ലേറ്റ് വാങ്ങിക്കാം. മക്കാഫോ
ചോക്ലേറ്റ് എന്താ സംഭവം. ഇവിടെ നമ്മൾ ചോക്ലേറ്റ് കഴിക്കാൻ പോയാണ് ഗൈസ്. വീട്ടിലോട്ട് കൊണ്ടുപോകുള്ള ചോക്ലേറ്റ് കഴിക്കാൻ.